ഞാന് 1993 ജനിച്ച ഒരാളാണ്. അപ്പൊ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് 93 ജനിച്ച് എനിക്ക് അറിവാകുന്ന പ്രായം തൊട്ട്, അതായത് ഞാൻ അറിവാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമ കണ്ട് ഒരു കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ മുതല് ദൂരദർശനിൽ വരുന്ന സിനിമകൾ കണ്ടാണ് ഞാൻ സിനിമകൾ കാണാൻ തുടങ്ങിയത്. അതും ഞായറാഴ്ച 4 മണിക്കാണ് സിനിമകൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ആ ഒരു സമയങ്ങളിൽ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഒരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൂരദർശനിൽ കൂടെയാണ് ഞാൻ ഓരോ സിനിമാ താരങ്ങളെയും കണ്ടു പരിചയിച്ചിട്ടുള്ളത്. അപ്പം മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് അങ്ങനെയുള്ളവരുടെ ഒക്കെ സിനിമകൾ, ബാബു ആന്റണി തുടങ്ങിയവരുടെ സിനിമകളെല്ലാം കണ്ട് കോരിത്തരിച്ചിരുന്ന ഒരു കാലത്താണ് ഇവരുടെ എല്ലാം ഇടയിൽ കൂടെ ഒരു ചെറിയ മനുഷ്യൻ, അതായത് നമ്മുടെ സ്വന്തം ഇന്ദ്രൻസിയേട്ടനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അന്നു മുതൽ കാണുന്ന സിനിമകളിൽ ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിരുന്നതെല്ലാം തമാശ കഥാപാത്രങ്ങളാണ്. തമാശ കഥാപാത്രങ്ങളിൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ കയറിയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരനെ. അന്നു മുതൽ സിനിമയിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിരി വരും. ചിരി എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തേലും തമാശ വിട്ടു എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന ഓരോ ചേഷ്ടകള്, ഓരോ എക്സ്പ്രഷൻസ്, കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ എഫേർട്ടും നമുക്ക് ചിരി നൽകിയിട്ടുണ്ട്. ഒരു സിനിമയാകുമ്പോൾ അവിടെ ചിരി വേണം, അതുപോലെ തന്നെ വിഷമം വരുത്തുന്ന രീതി വേണം, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഇത് വേണം, നമുക്കൊരു തല്ല് കൊടുക്കണമെന്ന് തോന്നിപ്പിക്കുന്ന രീതി വേണം. അപ്പം നായകന്മാരെല്ലാം അത് ചെയ്യുന്നുണ്ട്. ഇന്ദ്രൻസ് എന്ന് പറയുന്ന കഥാപാത്രം, ഇന്ദ്രൻസ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഇന്ദ്രൻസേട്ടൻ അന്ന് പോലെ ചെയ്തിരുന്ന കഥാപാത്രങ്ങളെല്ലാം ഇങ്ങനെ ചിരി ഉണർത്തുന്ന കാര്യങ്ങളായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ പുള്ളിക്കാരൻ ആ ഒരു ചെറിയ ശരീരം കൊണ്ട് ആക്ഷൻ ചെയ്തിട്ടുള്ള പടങ്ങളും ഉണ്ട്. പഴയ പടങ്ങളിലൊക്കെ പുള്ളി ഈ പഴയ പടങ്ങളിലെ തമാശ ആക്ഷൻ ചെയ്യുമ്പോൾ ഇടി പിടിക്കുമ്പോൾ തന്നെ അവിടെയും ഒരു നർമ്മം കൊണ്ടുവരാൻ ഇദ്ദേഹത്തെ പോലെ ഒരു നടന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ കാണുന്ന ഇന്ദ്രൻസിയേട്ടന്റെ ഒരു വളർച്ച ഞാൻ വളരുന്നതിനോടൊപ്പം തന്നെ എനിക്ക് കാണാൻ പറ്റി. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വളർച്ച, തമാശ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഒരു സമയത്ത് ഒരു ഷിഫ്റ്റ് വന്നു. എനിക്ക് തോന്നുന്നു 5-ാം പാതിരയിലെ ഒരു ക്യാരക്ടർ ഭയങ്കര ഭീകരമായ ഒരു ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു എന്താ പറയുന്ന ഒരു റിപ്പറിന്റെ ക്യാരക്ടറാണ്. കുറച്ച് സമയത്തെ ഉണ്ടായിരുന്നെങ്കിലും ഞെട്ടിച്ചു കളഞ്ഞു ആ മനുഷ്യൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട്. പിന്നീട് അദ്ദേഹം എത്രയെത്ര കഥാപാത്രങ്ങൾ, ആടെന്ന് പറയുന്ന സിനിമയിൽ എന്താ പറയുന്നത്, ഒരു മന്ത്രിയായിട്ട് വന്ന് അദ്ദേഹം ഞെട്ടിക്കുന്നുണ്ട്, മണിയാശാന്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഹോം എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ ഞാൻ വളരുന്ന സമയങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നതാണ്. അതായത് അദ്ദേഹം ഈ പറയുന്നത് പോലെ തന്നെ തമാശ കഥാപാത്രങ്ങളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു, നേരെ വരുന്നു ഇങ്ങനെയുള്ള നമ്മളെ കരയിപ്പിക്കാനായിട്ടോ അല്ലെ നമുക്കൊരു ഒരു വിഷമം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുന്നു. അതും ഏറ്റവും രസകരമായ കാര്യം, പണ്ട് കാലങ്ങളിൽ അദ്ദേഹത്തിനെ കൊടക്കമ്പി എന്നും അല്ലാതെ വള്ളി പോലെ ഇരിക്കുന്ന ഒരാള്, ഒരു എലുമ്പൻ എന്നുവരെ കളിയാക്കിയിരുന്ന ആളുകളുണ്ട്. ഈ കൊടക്കമ്പി വന്നിട്ട് എന്ത് കാണിക്കാൻ, പല സിനിമകളിലും അദ്ദേഹം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ പറയാനാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മേലെപ്പറമ്പിൽ ആൺവീടാണോ അതോ സിനിമ ചേട്ടൻ ബാവ അനിയൻ ബാവ സിനിമയിൽ അദ്ദേഹത്തെ ജനാർദ്ദനൻ ചേട്ടൻ ആണെന്ന് തോന്നുന്നു എപ്പോഴും കൊടക്കമ്പി എന്നൊക്കെ വിളിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ കണ്ട് അന്ന് ചിരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അതനുസരിച്ചിട്ടുള്ള ആ ഒരു ശരീരം വെച്ചിട്ടുള്ള തമാശകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ വന്ന ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ്. നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരങ്ങൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും അദ്ദേഹം എന്താ പറയുന്ന സ്ക്രീനിൽ വരുമ്പോൾ, ഒരു പൊതുപരിപാടിയിൽ ഒരു ഇന്റർവ്യൂവിൽ വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത, അവിടെ അദ്ദേഹം ഇപ്പോഴും കാണിക്കുന്ന ഒരു വിനയം, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു നമുക്കൊരു സന്തോഷം വരികയാണ്. വേറൊന്നുമല്ല, അന്ന് തമാശകൾ കാണിച്ച് ചിരിപ്പിച്ച അതുകൊണ്ടല്ല, അല്ലാതെ നമുക്ക് മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്നും ഈ മനുഷ്യനെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ടെന്ന്. ഇന്ന് ഖലീഫ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ അതില് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ അതുല്യ നടനെ, മഹാനടനെ ആ തുടക്കം പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രൻസേട്ടനാണ്.
അതൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കര ഇതാണ്. അത്രയും വലിയ ക്യാരക്ടേഴ്സൊക്കെ അദ്ദേഹം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, തമിഴിലൊക്കെ പോയി അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. കറുപ്പൻ എന്ന് പറയുന്ന സൂര്യയുടെ സിനിമ ഒത്തിരി ആയിട്ടില്ല ഇറങ്ങിയിട്ട്. ആ സിനിമയിൽ അദ്ദേഹം ഒരു ഒരു ഒരപ്പൻ മകൾ ബന്ധം, ആ മകൾക്ക് വേണ്ടി പോരാടുന്ന അപ്പൻ, അല്ലെങ്കിൽ ആ ഒരു വിഷമം, അപ്പൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം നമ്മളെ കാണിച്ച് നമ്മളെ കരയിപ്പിച്ചു. തമിഴകത്ത് പോലും അദ്ദേഹം പോയി ഞെട്ടിച്ചു എന്ന് പറയുമ്പം അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഈ തുടക്കം പോലെ കാണിക്കുന്നുണ്ട്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇന്ദ്രൻസേട്ടൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഇതുണ്ട്, എന്നാ പറയുക, ചേർത്ത് പിടിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ്. കാരണം എന്താ പറയുന്നത്, എത്രയോ ഉയരങ്ങളിലാണ് ഇന്ദ്രൻസേട്ടൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അതായത് നീ എത്രയോ എത്ര വിനീതനാവുന്നോ അത്രയധികം നീ ഉന്നതിയിലെത്തും എന്നുള്ളൊരു, അതായത് അതെനിക്കൊന്ന് ബൈബിളിലെ ഒരു കോട്ടാന്ന് തോന്നുന്നു ഞാൻ കേട്ടിരിക്കുന്നത്. അത്രയധികം വിനയം കാണിക്കുന്ന അനുസരിച്ച് അദ്ദേഹത്തിന് ആ ഒരു മറ്റുള്ളവരുടെ ഇടയിൽ അദ്ദേഹം വളരുകയാണ്, വലിയൊരാളാകുകയാണ്. സ്വയം എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മൾ താന്ന് അത്രയും ആ വിനയത്തോടു കൂടി എല്ലാവരോടും ആ ഒരു സ്നേഹത്തോടും ആ ഒരു എന്താ പറയുന്നത്, ആരോടും തട്ടിക്കയറാനോ ഒന്നിനും പോകാതെ സമാധാനപ്രിയനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ എത്രയോ പേരാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ എന്താ പറയുന്നത്, നമുക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. എത്രയോ സിനിമകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ശരീരം, ആ ഒരു ചെറിയ ശരീരം കൊണ്ട് അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ പടങ്ങളിൽ ചിരിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബി ഹൗസിലെ ഒക്കെ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. നമ്മുടെ ദിലീപിൻ്റെയും അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ്റെയും ഒക്കെ കൂടെ ഇന്ദ്രൻസ് ആ ഒരു കോംബോയിൽ അവർ പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കരമാണ്. പിന്നെ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. സിനിമയിലേക്ക് ഒരു എന്താ പറയുക, വസ്ത്രാലങ്കാരം അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരനായിട്ട് അദ്ദേഹം കടന്നു വരുന്നത്. അന്ന് സ്റ്റിച്ചിങ് ആയിരുന്നു സിനിമയിൽ. അതിനുശേഷം അദ്ദേഹത്തിന് ഒത്തിരി ക്യാരക്ടേഴ്സ് വന്നു. സ്ഫടികം എന്ന് പറയുന്ന സിനിമ, അതിലൊക്കെ എത്രയോ മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നാ പറഞ്ഞത്, തോമാച്ചായൻ്റെ ഇടി കണ്ടോ, ഇടിയോടിടി, ഇടിവെട്ടിടി, മുണ്ട് പറിച്ചുള്ള ഇടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭയങ്കര രസമായിരുന്നു നമുക്ക്. പിന്നെ അതുപോലെ തന്നെ സ്ഫടികത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു സിനിമയിൽ നീന്തലൊന്നും അറിയത്തില്ല, പക്ഷെ സംവിധായകൻ എടുത്ത് ചാടാൻ പറഞ്ഞ് എടുത്ത് ചാടും, ഒരു കായലിലേക്ക് എടുത്ത് ചാടുന്നു, അദ്ദേഹത്തിന് അപകടം പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പഴയ ഇന്റർവ്യൂകളിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു കേട്ടിരിക്കുന്നത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു സംവിധായകൻ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് ആ ഒരു സംഭവം ചോരയും നീരും എന്താ പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി നൽകുന്ന ഒരു മനുഷ്യനാണ് ഇന്ദ്രൻസ് എന്ന് പറയുന്നത്. ഇന്ദ്രൻസ് ചേട്ടനെ എന്തുമാത്രം ഇഷ്ടമാണ്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ ഫാൻ ഫൈറ്റുകളും പരിപാടികളും ഒക്കെ നടക്കും. ഒരു താരത്തിന് ചില സാഹചര്യങ്ങളിൽ എന്താ പറയുക, ഇപ്പം ഉദാഹരണത്തിന് മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഗോപി ചേട്ടനാണെങ്കിലും ദിലീപ് ഏട്ടനാണെങ്കിൽ അല്ലെങ്കിൽ ജയറാമേട്ടനാണെങ്കിൽ ഇവരെല്ലാം ഏട്ടന്മാരെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ വരുന്ന സമയങ്ങളിൽ ഇവർക്കെല്ലാം ഇവരെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇവരെ ഹെയ്റ്റേഴ്സും ഉണ്ടാവും, ഇവരെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. പക്ഷെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു നടന് എന്തുകൊണ്ടോ എല്ലാ ആളുകളും ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ആ ഒരു ഊർജം കിട്ടിയത് തന്നെ ഈ ഖലീഫ എന്ന് പറയുന്ന സിനിമയുടെ എന്താ പറയുക റിലീസിന് ശേഷം ഖലീഫ 2 അനൗൺസ് ചെയ്യുന്ന ഒരു സാഹചര്യം. ആ ഒരു സമയത്ത് മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, ഇന്ദ്രൻസ് ചേട്ടന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നതും അതൊക്കെ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അവിടെ താരങ്ങൾക്ക് വലിപ്പച്ചെറുപ്പമില്ല, നമ്മളെല്ലാം ഒന്നാണ് എന്ന് കാണിക്കുന്ന ആ ഒരു സ്നേഹം, ലാലേട്ടൻ അദ്ദേഹത്തോട് കാണിച്ച ആ ഒരു സ്നേഹം മാത്രമല്ല, ഇന്ദ്രൻസ് ചേട്ടൻ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ഭവ്യത, ആ ഒരു വിനയം, ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ എല്ലാവരെയും അങ്ങോട്ടേക്ക് അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നു. ഉടൽ എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് പറയാതിരിക്കാൻ മേല. ഉടൽ എന്ന് പറയുന്ന സിനിമയിൽ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് അദ്ദേഹം. കാരണം ആ ഒരു സിനിമയിൽ കുറച്ച് ബ്രൂട്ടാലിറ്റി ഒക്കെ ഉള്ളൊരു ഇതാണ്. ഒരു കണ്ണ് കാണാൻ മേലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടത്തുന്നവരെ, കയറി വരുന്നവരെ
തുരത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. കുറച്ച് ബ്രൂട്ടൽ പരിപാടിയൊക്കെയാണ്, അങ്ങനത്തെ സീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, കുട്ടന്റെ ഷിനിഗാമി എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം, അതായത് ഇന്ദ്രൻ സേട്ടന്റെ സിനിമയാണ്, ആ സിനിമ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന. അപ്പം എന്താ പറയാ, എല്ലാ ആളുകളും അംഗീകരിക്കുന്നുണ്ട്. പല നടന്മാരുടെയും ഉയർച്ച താഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു മനുഷ്യൻ ഇത്രയും കാലയളവിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഉയർച്ചയേ ഉള്ളൂ. അദ്ദേഹത്തെ തേടി ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. എന്താണെങ്കിലും ഇത് അയാളുടെ കാലമാണ് എന്ന് നമ്മൾ പറയല്ലേ, അങ്ങനത്തെ ഡയലോഗ് സത്യമാണ്. ഇന്ദ്രൻ ചേട്ടന്റെ ഒരു കാലമാണ്. ഏതായാലും അദ്ദേഹത്തിൽ നിന്നും ഇനിയും നല്ല കഥാപാത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ സിനിമകളുടെ ഭാഗമാകട്ടെ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഹാസ്യം, അദ്ദേഹത്തിന്റെ നർമ്മവും വേണം. നമ്മളെ ചിരിപ്പിക്കുന്ന ഇന്ദ്രൻ ചേട്ടനായിട്ടും അദ്ദേഹം വരണം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും എല്ലാ തരത്തിലും നമ്മളെ ഏത് ഇമോഷനിലും നമുക്ക് ആ ഒരു ഇമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കട്ടെ. നല്ല സിനിമകൾ അദ്ദേഹത്തെ തേടി വരട്ടെ. ഇത്രയും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് ഇത്രയും സംസാരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും മാത്രമല്ല, ഇത് ഇന്ദ്രൻ ചേട്ടനും എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ അങ്ങോട്ടേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു.